വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പർ. ഞാനിന്ന് പറയാൻ പോകുന്നത് 3rd സ്റ്റാൻഡേർഡിലെ മലയാള പാഠപുസ്തകത്തിലെ 2ാം അധ്യായമായ മാനത്തിന്റെ മടിത്തട്ടിൽ എന്ന അധ്യായത്തിലെ ഒരു പാഠഭാഗമായ തുറന്നുവിട്ട തത്തയിലെ പ്രവർത്തനങ്ങളാണ്. നമുക്കപ്പം ഓരോന്നായി നോക്കാം. അപ്പോൾ എല്ലാവരും നോട്ട്ബുക്ക് എടുത്ത് പാഠത്തിന്റെ ഹെഡിങ് ഒക്കെ വലിയ അക്ഷരത്തിൽ എഴുതുക. ദെൻ നമുക്ക് ഉത്തരങ്ങൾ എഴുതി തുടങ്ങാം. ആദ്യത്തെ ചോദ്യം നോക്കിക്കോളൂ. പറയാം എഴുതാം. പേജ് നമ്പർ 25-ലുണ്ട്. പുസ്തകം നോക്കിയാൽ കാണാവുന്നതാണ്. പറയാം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്. കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം എന്തായിരുന്നു? എന്തായിരുന്നു കുട്ടിക്ക് തത്തയെക്കുറിച്ചുള്ള മോഹം? മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം അല്ലെ? നമുക്കത് നോക്കാം എങ്ങനെ എഴുതേണ്ടതെന്ന്. തത്തയെ അക്ഷരങ്ങൾ പഠിപ്പിച്ച് മനുഷ്യരെ പോലെ സംസാരിപ്പിക്കണം എന്നായിരുന്നു കുട്ടിയുടെ മോഹം. ഇപ്പോൾ എല്ലാവർക്കും ഈ അക്ഷരങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കുറച്ചു പേർക്ക് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചും കൂടി വലുതായി എഴുതി കാണിക്കണമെന്ന്. ഇപ്പോൾ എല്ലാവർക്കും അത് കാണാൻ നന്നായിട്ട് പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, എഴുതുക. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. കൂട്ടിൽ കിടന്ന തത്തക്കുഞ്ഞ് ചിറകടിച്ച് ബഹളം വെച്ചു. തത്തക്കുഞ്ഞിന്റെ വിഷമങ്ങൾ എന്തെല്ലാമായിരിക്കാം? നമുക്കറിയാം, ഒരു കുഞ്ഞി കിളിയെ കൊണ്ടുവന്ന് കൂട്ടിൽ അടച്ചാൽ അതിന് എന്തെല്ലാം വിഷമങ്ങൾ ഉണ്ടാവും അല്ലേ? അതിന്റെ അച്ഛനെയും അമ്മയും കൂട്ടുകാരെയും ഒക്കെ കാണണം, കളിക്കണം, പറന്നു പോകണം അല്ലേ? ഇതൊക്കെ അതിന്റെ ആഗ്രഹങ്ങളല്ലേ? കൂട്ടിലടച്ച കാരണം ഇതൊന്നും നടക്കത്തില്ല അല്ലേ? നമുക്കപ്പോ ഉത്തരം എഴുതാം. തത്തക്കുഞ്ഞിന് അച്ഛനെയും അമ്മയെയും കൂട്ടുകാരെയും കാണാൻ സാധിക്കുന്നില്ല, പറന്നു നടക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാമാണ് തത്തക്കുഞ്ഞിന്റെ വിഷമങ്ങൾ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കിക്കോളൂ. ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തത്തക്കുഞ്ഞിനെ കൂട്ടിൽ കണ്ടില്ല. അപ്പോൾ കുട്ടി അമ്മയോട് എന്തെല്ലാം ചോദിച്ചിരിക്കാം? അത് നമ്മൾ ഊഹിച്ചെഴുതേണ്ടതാണ്. എന്തെല്ലാമാ നമ്മളിപ്പോ ചോദിക്കുക? അമ്മേ, തത്തക്കുഞ്ഞ് എവിടെ പോയി? അതിനെ എന്തെങ്കിലും പിടിച്ച് കഴിച്ചിട്ടുണ്ടാവുമോ? അത് അമ്മ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ട് കൂട് നന്നായിട്ട് അടച്ചില്ലായിരുന്നോ? അതോ അതിന്റെ അച്ഛനും അമ്മയും വന്ന് തുറന്നു കൊണ്ടുപോയോ? അല്ലേ? ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ നമുക്ക് 1-2 ചേർത്ത് ഉത്തരം എഴുതാം. അമ്മേ, തത്തക്കുഞ്ഞ് എവിടെ? അതിനെ പൂച്ചയോ മറ്റോ പിടിച്ചോ? അതോ അതിന്റെ അച്ഛനും അമ്മയും വന്ന് കൂട് തുറന്ന് കൊണ്ടുപോയോ? ഇതെല്ലാമാണ് കുട്ടി ചോദിച്ചിട്ടുണ്ടാവുക. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. ഊഹിച്ചെഴുതാം. തത്തക്കുഞ്ഞ് എങ്ങനെയാവാം കൂട്ടിൽ നിന്നും രക്ഷപ്പെട്ടത്? അത് നമ്മുടെ ഒരു ഊഹം മാത്രമാണ് അല്ലെ? എങ്ങനെയാവാൻ രക്ഷപ്പെട്ടത്? അമ്മ ഇനി കൂട് തുറന്നു വിട്ടതാണോ? അതോ അതിന്റെ അച്ഛനും അമ്മയും വന്ന് രക്ഷപ്പെടുത്തിയതാണോ? എന്നാലും കൂടുതൽ സാധ്യത എന്താണ്? തത്തക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും രക്ഷിച്ചതാവാനാണ് അല്ലേ? നമുക്കപ്പോ ഉത്തരം എഴുതാം. ചിലപ്പോൾ തത്തക്കുഞ്ഞിന്റെ അച്ഛനും അമ്മയും വന്ന് അതിനെ രക്ഷപ്പെടുത്തിയതാവാം. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. അച്ഛനും അമ്മയും പുറത്തും തത്തക്കുഞ്ഞ് കൂട്ടിലും. ഇവർ തമ്മിലുള്ള സംഭാഷണം എഴുതൂ. അതും നമ്മൾ നമ്മുടെ സ്വന്തം വാക്കുകളിലാണ് എഴുതേണ്ടത്. ശ്രദ്ധിച്ചോളൂ. അമ്മ: മോളെ, നീ എങ്ങനെ ഇവിടെ എത്തി? കുഞ്ഞ്: അമ്മേ, എന്നെ ഇവിടെ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷപ്പെടുത്ത്. അച്ഛൻ: വിഷമിക്കേണ്ട മോളെ, നിന്നെ ഞങ്ങൾ രക്ഷിക്കും. അപ്പം ഇത്രയുമാണ് ഞാൻ എഴുതിയത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി സംഭാഷണം വാക്യങ്ങൾ ചേർക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ആവാം. ഓക്കെ, എന്തായാലും നോട്ട്ബുക്കിൽ വളരെ വൃത്തിയായിട്ട് ഒരു സംഭാഷണം എഴുതണം. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിന്റെ ബാക്കിയുള്ള പ്രവർത്തനങ്ങൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഇടുന്നതായിരിക്കും. മിക്കവാറും നാളെ തന്നെ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നിരിക്കുന്ന ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ में കാണാം. ലെറ്റ്സ് വൈൻഡ് അപ്പ്. See you again. Bye.